ഹായ്, ഷവമിയുടെ MI9. സോ ഇപ്പം വ്യത്യസ്തമായ പവർഫുള്ളായ ഒരു ഫോണാണ്. പവർഫുള്ളായ ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്, അതേപോലെ ഗംഭീരമായ ഒരു ബാറ്ററി ചാർജിങ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഡീസൻ്റായ ഒരു പ്രൈസിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് MI9. ഇന്ന് ഈ ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. സ്വല്പം വ്യത്യസ്തമായ ഒരു ഫോൺ തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ഈ ഫോൺ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. MI9 ഈ ഫോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിയർ സൈഡിൽ നമുക്ക് ഗ്രേഡിയൻ കളറാണ് കിട്ടുന്നത്. നോർമലി ആയിട്ട് നോട്ടത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഷവമി പറയുന്നത് ഇത് ഗ്രേഡിയൻ കളറല്ല, പകരം ഹോളോഗ്രാഫിക് ഡിസൈൻ എന്നൊക്കെ പറയുന്ന ഒരു പുതിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ടെക്നോളജി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ കളർ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്, അതങ്ങനെ ഒരു പ്രത്യേകതരം സംഭവമൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നത് ഓണർ ഹുവാവെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗ്രേഡിയൻ കളർ സംവിധാനം, ആ ഒരു സംഭവത്തിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംവിധാനം, കോപ്പി അടിയെന്നൊന്നും പറയാൻ പറ്റില്ല ഈ കാര്യത്തിന്. അപ്പോൾ അതുപോലത്തെ ഒരു സംവിധാനം എന്ന രീതിയിലാണ് തോന്നുന്നുള്ളൂ. പക്ഷേ ഇതല്ല, ഇത് വേറൊരു സംഭവമാണെന്നാണ് ഷവമി അവകാശപ്പെടുന്നത്. നോട്ടത്തിൽ പക്ഷേ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആയി ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്നത് 6.45 സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഡ്യൂ ഡ്രോപ്പ് എന്ന് പറയുന്ന ആ നോച്ച് സംവിധാനമുണ്ട്. 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഡിസൈൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊന്നും തോന്നുന്നില്ല. നോർമൽ ഫുൾ HD+ ഡിസ്പ്ലേ അത്രമാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നോർമലായ നല്ലൊരു ഡിസൈൻ ഉണ്ട് ഈ ഫോണിന്. അപ്പോൾ ഡിസൈൻ സൈഡ് അങ്ങനെയാണ്. ഈ പറയുന്ന സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എല്ലാതരം ഫീച്ചറുകളും, അതായത് ഡാർക്ക് മോഡ്, ഡാർക്ക് തീം എന്ന് പറയുന്ന ആ ഒരു സംഭവം വരും, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരും. അതുപോലെ മാക്കോയിസിലൊക്കെ നമ്മൾ കാണുന്ന ആപ്പിളിൻ്റെ ആ ഒരു OS സംവിധാനങ്ങളിൽ കണ്ടിട്ടുള്ള അവരുടെ ഒരു സിഗ്നേച്ചറായ ഒരു ഡിസ്പ്ലേ സംവിധാനമാണ്. ലൈറ്റൊക്കെ മാറുന്നതിനനുസരിച്ച് ആ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ, വാൾപേപ്പറൊക്കെ ഇങ്ങനെ കളർ കൂടിയും കുറഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. അതും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാൾപേപ്പർ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ആപ്പിളിൻ്റെ കോപ്പിയുടെയാണെന്ന് ഉള്ള ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല, ക്ലാരിറ്റി ഇല്ല. പക്ഷേ എങ്കിലും ആ ഫോണിലൊക്കെ കണ്ടുവരുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 855 ഉള്ളതിലേക്ക് ഏറ്റവും പവർ കൂടിയ ഒരു പ്രൊസസർ തന്നെയാണ്. 8GB റാമും 128GB സ്റ്റോറേജും വരുന്നുണ്ട്. കൂടിയ ഒരു വേരിയന്റ് വരുന്നുണ്ട് 12GB റാമും 256GB സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഒരു ഹൈ വേരിയന്റും ഇതിന് വരുന്നുണ്ട്. അതിന് എക്സ്പ്ലോറർ എഡിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടിയ റാം വേരിയന്റ് ഒക്കെ അവിടെ കിട്ടും. സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണുകൾക്കും ഒരു കൂടിയ വേരിയന്റ് ഉണ്ടാവാറുണ്ട്, അതിനകത്ത് 5G ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ 5G ഒന്നുമില്ല, കൂടിയ റാം വേരിയന്റ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. സ്നാപ്ഡ്രാഗൺ 855 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അതിൻ്റെ ഒപ്പം ഗെയിമൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗെയിം ടർബോ അല്ലെങ്കിൽ MI ടർബോ എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. മൊത്തത്തിൽ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് ക്യാമറയുടെ കാര്യമാണ്. ഈ ഫോണിനെ സംബന്ധിച്ച് പറയുമ്പോൾ പവർഫുള്ളായ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്യാമറ വ്യത്യസ്തമായ ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ബാറ്ററി ചാർജിങ് ടെക്നോളജിയും ഫാസ്റ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനം. അപ്പോൾ അതിൽ ക്യാമറ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. ഷവമിയുടെ ആദ്യത്തെ ട്രിപ്പിൾ ക്യാമറ ഫോണാണ്. ഇതിനകത്ത് 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 16 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 117 ഡിഗ്രി വരെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും ഇമേജുകൾ. അതേപോലെ തന്നെ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 12 മെഗാപിക്സലാണ്. അത് സൂം 2x സൂം ചെയ്യാൻ കഴിയുന്ന ഇമേജുകൾ. അതുപോലെ ഡിജിറ്റൽ സൂം ആണെങ്കിൽ 10x വരെ സൂം ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് 3 ക്യാമറകൾ. ഇതിൽ മെയിൻ ക്യാമറ 48 മെഗാപിക്സലാണ്. ഈ 48 മെഗാപിക്സൽ സോണിയുടെ IMX 586 ആണ്. ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി നമുക്കറിയാം. പിക്സൽ ബിന്നിങ്ങിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഭവമാണ്. ക്വാഡ് ബയറൊക്കെ ഇടയ്ക്കിട്ട് പിക്സൽ ബിന്നിങ്ങിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിനകത്തും ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി അത് മുന്നിൽ കണ്ടുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സെൻസറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കിംഗ് കുറച്ചും കൂടി ബെറ്ററായ പെർഫോമൻസ് നമുക്കതിൽ നിന്ന് കിട്ടും. നോർമലായ മോഡിൽ ഡേ ലൈറ്റിലായാലും ലോ ലൈറ്റിലായാലും നോർമലായ മോഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 12 മെഗാപിക്സലിൻ്റെ ഇമേജാണ് കിട്ടുക. പ്രോ മോഡ് അതിൻ്റെ തൊട്ട് ആ ക്യാമറ ഇൻ്റർഫേസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം. ഏറ്റവും ടോപ്പിലായിട്ട് 48 മെഗാപിക്സലിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ 48 മെഗാപിക്സലിൻ്റെ റെസൊല്യൂഷനുള്ള ഇമേജുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്താലാണ് ഈ 48 മെഗാപിക്സൽ ക്യാമറ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം 48 മെഗാപിക്സൽ എന്ന ഏരിയയിലേക്ക് വരുമ്പോൾ 0.8 മൈക്രോൺ പിക്സൽ എന്ന രീതിയിലേക്ക് അതിൻ്റെ സെൻസർ സൈസ് ചുരുങ്ങുന്നുണ്ട്. ആ ഒരു സെൻസറാണ് അതിനകത്തുള്ളത്. 12 മെഗാപിക്സലിലേക്ക് വരുമ്പോൾ ആ സെൻസറുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് 1.6 മൈക്രോൺ പിക്സൽ എന്ന് പറയുന്ന കൂടിയ മൈക്രോൺ പിക്സലിലേക്ക് അതിനെ മാറ്റും. അങ്ങനെയാണ് ഇതിന് കൂടുതൽ ലൈറ്റ് വലിച്ചെടുക്കാനുള്ള കഴിവ് വരുന്നത്. അങ്ങനെയാണ് ഇത് 12 മെഗാപിക്സലായിട്ട് ചുരുങ്ങുന്നത്. അപ്പോൾ ക്വാഡ് ബയർ അല്ലെങ്കിൽ പിക്സൽ ബിന്നിംഗ് പോലുള്ള ടെക്നോളജി തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. നോർമൽ മോഡിൽ 12 മെഗാപിക്സലാണ് നമുക്ക് വർക്ക് ചെയ്യുക. വേണമെങ്കിൽ 48 എടുക്കാം. ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും 12 മെഗാപിക്സൽ യൂസ്ഫുൾ ആവും. ഡേ ലൈറ്റിലും 12 മെഗാപിക്സൽ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. 48 മെഗാപിക്സൽ വേണമെങ്കിൽ എടുക്കാം. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സൽ സെൽഫി ക്യാമറ, സാധാരണയുള്ള AI ഫീച്ചർ റെക്കഗ്നിഷൻ, അതേപോലെ ബ്യൂട്ടി, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുന്ന 20 മെഗാപിക്സലിൻ്റെ നല്ലൊരു സെൽഫി ക്യാമറയുണ്ട്. ഷവമി ഓൾറെഡി ക്യാമറയുടെ കാര്യത്തിൽ ബെസ്റ്റ് ഫോണുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പ്
3300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി ഇത്തിരി കുറവാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ സ്നാപ്ഡ്രാഗൺ 855 പവർ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 3300 എന്ന് പറയുമ്പോൾ അത്ര കുറവൊന്നും ആയിരിക്കില്ല. തരക്കേടില്ലാത്തൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിനകത്ത് കിട്ടും. 20 വാട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. നല്ല ഗംഭീരമായൊരു ഫാസ്റ്റ് ചാർജിങ് വയർലെസ് സംവിധാനത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിൽ 27 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിംഗ് കിട്ടുന്നുണ്ട്. ആ ചാർജർ, ഈ വയേർഡ് ചാർജിങ്ങിനുള്ള ചാർജർ ബോക്സിൽ കിട്ടും. നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നോർമലി 27 വാട്ട് എന്ന് പറയുന്ന നല്ല ഫാസ്റ്റായ ചാർജിങ് സംവിധാനം ഉപയോഗിച്ച് ഫാസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഷവോമിയുടെ MI9 കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. MI9 കൂടുതലായിട്ട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. കാരണം MIയുടെ ഈ ഫോണുകൾ, ഈ സീരീസ് ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് അധികമായിട്ട് വരുന്നത് കാണാനില്ല. അപ്പോൾ ഇത് വരും എന്ന് ചില ഭാഗങ്ങളിൽ ന്യൂസ് കാണുന്നുണ്ട്. വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് വരുമോ വരില്ലയോ? വരികയാണെങ്കിൽ ഇത് വാല്യൂ ഫോർ മണിയാണോ? ഓക്കെ, മണിയുടെ കാര്യം പറഞ്ഞില്ല. പ്രൈസിങ് 8GB റാം 128GB വേരിയന്റിന് 31,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. കൂടിയ വേരിയന്റുകൾ ഉണ്ടാവും. 12GB റാമുള്ള ഹൈ വേരിയന്റ് എക്സ്പ്ലോറർ എഡിഷന് വരുന്നത് 42,000 രൂപയാണ്. ഇത്തിരി കൂടുതലായ ഒരു പ്രൈസിംഗ് ആണ് ഈ 12GB റാമിന് വേണ്ടി എടുക്കുന്നത്. പക്ഷേ അതിന് ട്രാൻസ്പെറൻറ്റ് എഡിഷൻ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും പ്രത്യേകതയില്ല. 12GB റാമും 256GB സ്റ്റോറേജും തന്നെയാണ്. ആ ഒരു സംഭവത്തിന് 42,000 രൂപയാണ് വില വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ SE എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ മോഡലും വരുന്നുണ്ട്. 22,000 രൂപയാണ്. 22,000 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും സ്നാപ്ഡ്രാഗൺ 855 22,000 രൂപയ്ക്കോ? അതല്ല, ഇവിടെ സംഭവം മാറ്റിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 712 എന്ന് പറയുന്ന പുതിയ പ്രോസസർ അത് വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോസസർ മാറ്റിയിട്ടുണ്ട്. ക്യാമറയിൽ 48 മെഗാപിക്സലിൻ്റെ ഒപ്പം വരുന്നത് 8 മെഗാപിക്സൽ 13 മെഗാപിക്സൽ അങ്ങനെ അത് കുറച്ചിട്ടുണ്ട്. ബാറ്ററി 3070 mAh ഉള്ളൂ. ഫാസ്റ്റ് ചാർജിങ് നോർമലായി 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചുരുക്കി. അതേപോലെ തന്നെ 5.7 ഇഞ്ച് എന്ന് പറയുന്ന ഡിസ്പ്ലേ സൈസ് ചുരുക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ചെറിയൊരു ഫോണാക്കി മാറ്റിയിട്ടുണ്ട്. ആ നോർമലായിട്ടുള്ള ഒരു ഫോൺ സെറ്റപ്പാണ്. 22,000 രൂപയ്ക്ക് തീർച്ചയായിട്ടും ഓക്കെ എന്ന് പറയാവുന്ന നല്ല ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിക്കുള്ള ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ നല്ലൊരു SE എന്ന് പറഞ്ഞ ചെറിയൊരു മോഡലും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ MI9 ഈ 3 മോഡലുകളാണ് വരുന്നത്. മൂന്നിൻ്റെയും പ്രൈസിങ് ഏറെക്കുറെ മനസ്സിലായല്ലോ. 22,000 രൂപ, 31,000 രൂപ, 42,000 രൂപ. ബാറ്ററി 3300 എന്നുള്ളത് ഒരു സ്വല്പം കുറഞ്ഞൊരു ബാറ്ററി സെറ്റപ്പായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 855 പവർ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് ഓക്കെ എന്ന് പറയാമെന്നും തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.